ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഡൈനിങ് ടേബിളിൻ്റെ പ്രോസസ്സിങ് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കസ്റ്റമർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ലെഗും ഉൾപ്പെടെയാണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടോണിലേക്ക് എത്തിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക. ശരിക്കും കസ്റ്റമർ നമ്മുടെ വീഡിയോസ് കണ്ടത് ഇത്തരത്തിൽ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പെല്ലാം തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കസ്റ്റമർ നമ്മുടെ വീഡിയോസ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഫ്രെയിം ചെയ്യുക, മോൾഡ് ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ മോൾഡും കാര്യങ്ങളെല്ലാം തന്നെ അടിഭാഗം എല്ലാം ഫുള്ളി ലോക്ക് ചെയ്തതിന് ശേഷം എപ്പോക്സി കാസ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്തത്. ഏകദേശം 18 mm തിക്നെസ് മാത്രമാണ് ടോപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ലെയർ കാസ്റ്റിങ്ങിൽ 3:1 റേഷ്യോയിലുള്ള ഒറ്റ ലെയർ കാസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ്ലി കാസ്റ്റിംഗ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പിഗ്മെൻ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ബ്ലൂ പിഗ്മെൻ്റാണ് നമ്മൾ ഈ ഒരു ടോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ടിട്ടുള്ള എപ്പോക്സി ടോപ്പ് ലെയർ ചെയ്തതിന് ശേഷം നമ്മളെല്ലാ ഭാഗവും വൃത്തിയായിട്ട് സാൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റ് കണ്ടിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് എപ്പോക്സി മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടോപ്പ് കംപ്ലീറ്റ്ലി വാട്ടർ ലെവൽ അല്ലാത്തത് കൊണ്ടാണ് ചെറിയ രീതിയിൽ കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ എപ്പോക്സി കയറി നിൽക്കാനായിട്ടുള്ള ചാൻസസ് കൂടിയത്. അത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ സാൻഡ് ചെയ്തിട്ട് സർഫസ് ലെവൽ ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോക്സി നമ്മൾ കാസ്റ്റ് ചെയ്ത സമയത്ത് സൈഡ് ഭാഗങ്ങളിലും എല്ലാം തന്നെ കുറച്ചായിട്ട് എപ്പോക്സി കയറി ചെയ്തു. സൈഡ് ഭാഗത്ത് ഇറങ്ങി വന്നിട്ടുള്ള എപ്പോക്സികളെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ ഓർബിറ്റ് സാൻഡർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയുകയാണ് അടുത്തത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഗും കാര്യങ്ങളും ഇതുപോലെ ഓർബിറ്റ് സാൻഡർ ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് സാൻഡ് ചെയ്തെടുക്കുകയാണ് അടുത്തത്. ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ലെഗും അതുപോലെ സൈഡ് പോർഷനും എല്ലാം തന്നെ നമ്മൾ ആദ്യം സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട്, അതായത് നോർമൽ സാൻഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് സാൻഡ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം ഓർബിറ്റ് സാൻഡറിൽ ഓരോ ഘട്ടമായിട്ടുള്ള സാൻഡിങ് പേപ്പേഴ്സ് മാറ്റിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തുള്ളത്. അതുപോലെ തന്നെ അത്തരം പോർഷനുകളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ ഡോട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ എപ്പോക്സി വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ടോപ്പ് ലെയർ നമ്മൾ മാറ്റ് ഫിനിഷ് ഒരു കോട്ടിംഗ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടോപ്പ് കോട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് കസ്റ്റമർക്ക് ചെറിയൊരു സജഷൻ ഉണ്ടായിരുന്നു. ചെറുതല്ല, ഹെവി ആയിട്ടുള്ളൊരു സജഷനായിരുന്നു കളർ ടോൺ വേരിയേഷൻ വരുത്താനായിട്ട്. അത് നമ്മൾ ഉപയോഗിച്ചുള്ള പിഗ്മെൻറ്റ് മാറ്റി വേറൊരു പിഗ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ടർക്കിഷ് ഗ്രീൻ ആയിട്ടുള്ള കളറിലേക്ക് നമ്മൾ ആ ഒരു ടോണിനെ മാറ്റി വീണ്ടും നമ്മൾ സാൻഡ് ചെയ്തിട്ട് സർഫസ് എല്ലാം ലെവൽ ചെയ്തിട്ടുണ്ട്. ടോപ്പ് കോട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിങ് ടോപ്പ് കോട്ടും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോപ്പ് കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുള്ള MRFൻ്റെ എക്സ്റ്റീരിയർ എപ്പോക്സി ക്ലിയർ കോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ടോപ്പ് കോട്ടും കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ കളർ ടോൺ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വീഡിയോസ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും വളരെ എക്സ്പെൻസീവായിട്ടും വളരെ റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ഇത്തരത്തിൽ ടോൺ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ടോണല്ല നമ്മൾ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്ത എപ്പോക്സി ഒരു പരിധി വരെ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും എപ്പോക്സി കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു ഗ്രീൻ കളറോട് കൂടിയുള്ള എപ്പോക്സി കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് അറിയിക്കുക. സംശയങ്ങളെല്ലാം തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും കാണാം.